നമസ്കാരം. റഷ്യക്കെതിരായ പോരാട്ടത്തിൽ വീണ്ടും ശക്തമായ മുന്നേറ്റവുമായി യുക്രൈൻ. റഷ്യയുടെ തന്ത്രപ്രധാനമായ മറ്റൊരു വൻ പാലം കൂടി തങ്ങൾ തകർത്തതായി യുക്രൈൻ സൈന്യം അവകാശപ്പെട്ടു. കഴിഞ്ഞ ദിവസമാണ് യുക്രൈൻ സൈന്യം വീണ്ടും തങ്ങൾ റഷ്യയുടെ ഒരു പാലം കൂടി ബോംബിട്ട് തകർത്തതായി അവകാശവാദമായി മുന്നിലെത്തിയിരിക്കുന്നത്. ഏതായാലും റഷ്യയും ഉക്രൈനും തമ്മിലുള്ള പോരാട്ടത്തിൽ ഏറെ നാൾ പിന്നിലായിരുന്ന യുക്രൈൻ ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടാണ് ശക്തമായി മുന്നേറ്റം നടത്തുന്നത്. അവർ കുർസ്ക് പ്രവിശ്യയിലെ നിരവധി പ്രദേശങ്ങൾ ഇതിനോടകം തന്നെ കൈയടക്കുകയും ചെയ്തിരുന്നു. എന്നാൽ റഷ്യയുടെ പല പ്രദേശങ്ങളും തങ്ങൾ കൈയടക്കിയത് അത് കൈവശം വയ്ക്കാനല്ല, തങ്ങളുടെ പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നാണ് ഇപ്പോൾ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വ്യക്തമാക്കിയിരിക്കുന്നത്. റഷ്യ പോലുള്ള ഒരു വൻ ശക്തിയുമായി കഴിഞ്ഞ 2 വർഷമായി ഏറ്റുമുട്ടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് യുക്രൈൻ. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ റഷ്യയുടെ കൈവശമുള്ള നിരവധി ഗ്രാമപ്രദേശങ്ങളൊക്കെ തന്നെ ഇപ്പോൾ യുക്രൈൻ സൈന്യം പിടിച്ചെടുത്തിരിക്കുന്നത്. യുക്രൈൻ വ്യോമസേനയാണ് ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അതിശക്തമായ രീതിയിൽ റഷ്യയ്ക്ക് മേൽ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം യുക്രൈൻ തകർത്തു എന്ന് അവകാശപ്പെടുന്ന പാലത്തിൻ്റെ ദൃശ്യങ്ങളും ഇപ്പോൾ അവർ പുറത്തുവിട്ടിട്ടുണ്ട്. ഈ മേഖലയിൽ നിന്ന് കനത്ത പുക ഉയർന്നു വരുന്നതായിട്ടാണ് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. നേരത്തെ തന്നെ റഷ്യ ആയുധങ്ങൾ കൊണ്ടുപോകുന്നതിന് ഉപയോഗിച്ചിരുന്ന 3 പാലങ്ങൾ യുക്രൈൻ സൈന്യം തകർക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ തന്ത്രപ്രധാനമായ 2 പാലങ്ങൾ കൂടി തകർത്തത് കഴിഞ്ഞ ദിവസങ്ങളിൽ. ഇതുകൂടാതെ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ യുദ്ധത്തിലൊക്കെ തന്നെ റഷ്യ പിടിച്ചെടുത്ത യുക്രൈൻ്റെ ഒരു ആണവ നിലയം ഇപ്പോൾ അപകടകരമായ അവസ്ഥയിലാണ് എന്നാണ് ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഈ പ്രശ്നം പരിഹരിക്കാൻ അടിയന്തരമായ നടപടി റഷ്യ സ്വീകരിച്ചില്ലെങ്കിൽ ഇത് വലിയൊരു വിപത്തിലേക്ക് തന്നെ വഴിതെളിക്കും എന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ ആണവകാര്യങ്ങൾക്കായുള്ള സമിതി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പ്രസിഡന്റ് പുടിനെ സംബന്ധിച്ചിടത്തോളം ഇത് അഭിമാനത്തിൻ്റെ പോരാട്ടമാണ്. റഷ്യയെ പോലെയുള്ള ഒരു വൻ ശക്തിക്ക് യുക്രൈനെ 2 വർഷം യുദ്ധം ചെയ്തിട്ടും കീഴടക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി തന്നെയാണ്. ഇവിടെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ലോകത്ത് ഒരുപക്ഷെ ഏറ്റവും അധികം ആണവായുധങ്ങൾ സ്വന്തമായിട്ടുള്ള രാജ്യം റഷ്യ ആയിരിക്കാം. പക്ഷേ റഷ്യയ്ക്ക് ഇപ്പോൾ ആണവായുധം പ്രയോഗിക്കാൻ പറ്റിയ അവസ്ഥയല്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും മറ്റൊരു വശം. ആണവായുധം പ്രയോഗിക്കുകയാണെങ്കിൽ റഷ്യ ലോകത്തെ മറ്റെല്ലാ രാജ്യങ്ങൾക്കും മുന്നിൽ ഒറ്റപ്പെടുമെന്നും അത് വിടുന്ന പേരുദോഷം റഷ്യയ്ക്ക് ഒരു കാലത്തും മായ്ക്കാൻ കഴിയുകയില്ല എന്നും പുടിനെ സംബന്ധിച്ച് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. യുക്രൈൻ ഇത്ര വേഗത്തിൽ തങ്ങൾക്ക് നേരെ കടന്നുകയറ്റം നടത്തുമെന്നുള്ള കാര്യം ഒരിക്കലും പുടിൻ കരുതിയിരുന്നില്ല. മാത്രമല്ല റഷ്യൻ സൈന്യത്തിൻ്റെ എണ്ണത്തിലുണ്ടായ കുറവ് പുടിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. നേരത്തെ കൂലിപ്പട്ടാളത്തിനെ ഉപയോഗിച്ചിരുന്നു ആദ്യഘട്ടങ്ങളിൽ. പിന്നീടാകട്ടെ നിർബന്ധിത സൈനിക സേവനത്തിനായി തിരഞ്ഞെടുത്ത ആളുകളെ യുദ്ധമുന്നണിയിലേക്ക് അയച്ചു. ഇതിനെതിരെ ശക്തമായ എതിർപ്പ് റഷ്യയിൽ നിന്ന് ഇപ്പോഴും ഉയരുന്നുമുണ്ട്. ഏതായാലും ഈ ദിവസങ്ങളിൽ ഉണ്ടായ പ്രധാന സംഭവവികാസം യുക്രൈൻ്റെ മുന്നേറ്റം തന്നെയാണ്. റഷ്യയുടെ ഏറ്റവും തന്ത്രപ്രധാനമായ മറ്റൊരു പാലം കൂടി തകർത്തു എന്നുള്ളത് ഒരു സാധാരണ പാലമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വളരെ വലിപ്പമുള്ള റഷ്യയുടെ സൈന്യവും ആയുധങ്ങളുമെല്ലാം കൊണ്ടുപോകേണ്ട ആ ഒരു മേഖലയിലെ പാലം തന്നെയാണ് അവർ തകർത്തത്. അത് കാരണം കരമാർഗമുള്ള ഇവരുടെ ആക്രമണത്തിനും ശക്തി കുറയാനാണ് സാധ്യത.